മിഡിൽ ഈസ്റ്റ് വീണ്ടും ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാവുകയാണ്. ഒരു ഭാഗത്ത് ഇറാൻ, മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ, അതിനിടയിൽ സൗദി അറേബ്യ. ഇപ്പോൾ അമേരിക്ക എടുത്ത പുതിയ തീരുമാനം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഏകദേശം $2 ബില്യൺ വില വരുന്ന പുതിയ വെപ്പൺസ് പാക്കേജ് നേരെ സൗദി അറേബ്യയ്ക്ക്. ചോദ്യം ഒന്നു മാത്രം, ഇത് സൗദിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അതോ ഇറാനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പുതിയ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണോ? ഈ ഡീലിന്റെ പിന്നിലെ രാഷ്ട്രീയം മുതൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ വരെ വിശദമായിട്ടൊന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ പടരുകയാണ്. വെസ്റ്റ് ഏഷ്യ ഒന്നടങ്കം പുകയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായ അമേരിക്ക ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. സൗദി അറേബ്യയ്ക്ക് ഏതാണ്ട് $2 ബില്യൺ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ $1.96 ബില്യൺ വമ്പൻ ആയുധ കച്ചവടത്തിനാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതും സൗദി അറേബ്യയുടെ എയർ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി. ആദ്യം തന്നെ ഈ വൻ ഡീലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് അനുസരിച്ച് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാന ആയുധം അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റംസ് APKWS ആണ്. ഏതാണ്ട് 20,000 എണ്ണം APKWS വാർഹെഡുകളാണ് അമേരിക്ക സൗദിക്ക് നൽകുന്നത്. US നേവിയുടെ വെബ്സൈറ്റ് പ്രകാരം ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. ശത്രുക്കളുടെ ടാർഗറ്റുകൾ വളരെ കൃത്യതയോടെയും എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഇല്ലാതെയും നശിപ്പിക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു സാങ്കേതിക വിദ്യയാണിത്. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത ഡിഫൻസ് കമ്പനിയായ ബേസ് സിസ്റ്റംസ് ആണ് ഈ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിലൂടെ US അതിന്റെ ഏറ്റവും വലിയ നോൺ നേറ്റോ സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് എന്നാണ് വാഷിംഗ്ടൺ പറയുന്നത്. ഈ ഒരു ഡീലിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും തമ്മിൽ വീണ്ടും കടുത്ത സംഘർഷത്തിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച സൗദിയുടെ തെക്കൻ നഗരമായ അബയിലെ എയർപോർട്ടിന് നേരെ ഹൂതികൾ ക്രൂയിസ് മിസൈലുകൾ അയച്ചിരുന്നു. അതിനു മുൻപ് യമനിലെ ഔദ്യോഗിക ഗവൺമെന്റ് സനാ എയർപോർട്ട് ആക്രമിച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഹൂതി പ്രതിനിധി സംഘം സഞ്ചരിച്ച വിമാനം വഴിതിരിച്ചു വിടാനായിരുന്നു ഈ ആക്രമണം. ഇതിന് പിന്നിൽ സൗദി അറേബ്യയാണ് എന്ന് ആരോപിച്ചാണ് ഹൂതികൾ സൗദിയിലെ എയർപോർട്ടുകൾ ലക്ഷ്യമിട്ട് ഇപ്പോൾ മിസൈലുകൾ വർഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്തും വീണ്ടും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കാനായിട്ട് സൗദിക്ക് കൂടുതൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൂടിയേ തീരും. ഇനി ഇതിന് പിന്നിലുള്ള വലിയ ജിയോ പൊളിറ്റിക്കൽ പിക്ചർ നമ്മൾ കാണേണ്ടതുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയമാണിത്. അമേരിക്ക ഇറാനെതിരെ ശക്തമായ നേവൽ ബ്ലോക്കേഡ് വീണ്ടും കടുപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഇതിനെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങുന്നതോടെ മേഖലയിൽ യുദ്ധസാധ്യത ഏറിയിരിക്കുകയാണ്.